അങ്ങനെ ഫലമ്മ അതിന് ശേഷമാണ് ഫലമ്മ അൻ സായിദയാണ്. അങ്ങനെ ഉണ്ടാവും ഫലമ്മ ജാ എന്നുള്ളവിടെ പലപ്പോഴും അന്യ വരാറുണ്ട്. അന്യ വന്നിട്ടുണ്ടെങ്കിൽ ഖുറാനിൽ വേറെയും സ്ഥലത്ത് വന്നിട്ടുണ്ട്, സായിദയായിരിക്കും. അപ്പം ജാ അൽ ബഷീറു, ആ സന്തോഷ വാർത്ത അറിയിക്കുന്ന സുവിശേഷകൻ വന്നപ്പോൾ ആരുടെ അടുക്കൽ? മുഹമ്മദ് യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ. അതാണ് യഹൂദയാണ്. ബിൽ കമീസ, കമീസുമായിട്ട് വന്നപ്പോൾ വക്കാന ഖദ് ഹമല കമീസ ദം, എന്താണ് ദമിൻ്റെ കമീസ്, ഖദ് ഹമല കമീസ ദമി ഫഹബ്ബ അയ്യഫറഹു കമാ ഹസനഹു. അങ്ങനെയാണ്. വക്കാന, ഈ യഹൂദയായിരുന്നു ഖദ് ഹമല കമീസദ്ദമി, ആ രക്തം പുരട്ടിയ കള്ളരക്തം പുരട്ടിയ കമീസിനെ ചുമന്നിട്ട് പിതാവിൻ്റെ അടുക്കലെത്തിച്ചത് ആരായിരുന്നു? യഹൂദയായിരുന്നു. അപ്പോൾ ഫഹബ, യഹൂദ ഇഷ്ടപ്പെട്ടു, ഐ യുഫരിഹു, തൻ്റെ പിതാവിനെ സന്തോഷിപ്പിക്കാൻ, കമാ ഹസനഹു, താൻ തൻ്റെ പിതാവിനെ അന്ന് ദുഃഖിപ്പിച്ചല്ലോ ചോര പുരണ്ട രക്തക്കളറുള്ള വസ്ത്രം കൊണ്ടുവന്നിട്ട്, അതുപോലെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയും ആരുദ്ദേശിച്ചു? യഹൂദ ഉദ്ദേശിച്ചു. അങ്ങനെ യഹൂദ വരികയും അൽക്കാഹു, അതിനിടുകയും ചെയ്തു, തറഹൽ കമീസ, ആ കമീസിന് ഇടുകയും ചെയ്തു, അലാ വജ്ഹി, തൻ്റെ പിതാവിൻ്റെ മുഖത്ത് ഇടുകയും ചെയ്തു. അങ്ങനെ ഫർത്തദ്ദ, മടങ്ങി, റജ ബസീറ, പിതാവ് മടങ്ങി മീൻസ് പിതാവ് ആയി തീർന്നു എന്നർത്ഥം. റജ ആയി തീർന്നു, ബസീറ കാഴ്ചയുള്ള ആളായി തീർന്നു. ഈ കുപ്പായം കിട്ടിയല്ലോ യൂസുഫ് നബി അലൈഹി സ്വലാം കൊടുത്തയച്ച. കാല, അപ്പം പറഞ്ഞു, ആലം അക്കുൽ, കൂട്ടി എന്നൊരാടായി പറയാണ്. മക്കൾക്ക് മനസ്സിലായി, അവിടെ പോയിരുന്ന മക്കൾ തിരിച്ചു വന്നല്ലോ യഹൂദയുടെ ഒപ്പം. അപ്പോൾ അവർക്കറിയാം ഇതാരാണ് യൂസുഫ് നബി അലൈഹി സ്വലാം എന്ന്. അവരോട് പറഞ്ഞല്ലോ. പക്ഷേ ഇവിടെ യാക്കൂബ് നബിയുടെ സമയത്തുള്ള അറിയില്ല. അപ്പോൾ അവരോടായി യാക്കൂബ് നബി പറഞ്ഞു, അലം അക്കുല്ലക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇനി ആലമു, ഞാൻ മനസ്സിലാക്കുന്നുണ്ടെന്ന്, മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന്, മാലാത്താലമു, നിങ്ങളറിയാത്ത പലതും. അവർ പറഞ്ഞു, യാ ബാന, ഞങ്ങളുടെ പിതാവേ, ഇസ്തഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പോർക്കലിനെ. അപ്പം മക്കളെല്ലാവരും വന്നിട്ടുണ്ടാവും. അല്ലാഹു ആലം. ഇസ്തഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് വേണ്ടി പോർക്കലിനെ തേടുന്നത്, ദുനൂബ, ഞങ്ങളുടെ പാപങ്ങളെ, ഇന്നാ കുന്നാ ഖാത്തി, ഞങ്ങൾ തെറ്റുകാരിൽപ്പെട്ടു പോയിരുന്നു, തെറ്റുകാരിൽപ്പെട്ടവരായിരുന്നു. ഖാല, അപ്പം യൂസുഫിന് യാക്കൂബ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, സൗഫ, പിന്നീട്, അസ്തഗ്ഫിറു ലക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടും, റബ്ബി, എൻ്റെ റബ്ബിനോട്, ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം, റബ്ബ് എന്ത് തന്നെയാണ്? ഏറ്റവും പൊറുക്കുന്നവനും ഏറ്റവും കരുണയുള്ളവനും തന്നെയാണ്, എൻ്റെ റബ്ബ് തന്നെയാണ്. ആഹറ ദാലിക്ക, ഈ പാപമോചനത്തിനെ വൈകിപ്പിച്ചത്, ഇല സഹർ, അത്താഴ സമയം വരെ വൈകിപ്പിച്ചത്, ലിയക്കൂന അക്രബയിലെ ഇജാബത്ത്, ഉത്തരം കിട്ടാൻ കൂടുതൽ അടുത്ത സമയമായതിനാണ്. അല്ലെങ്കിൽ ഇല ലൈലത്തിൽ ജുമ, അല്ലെങ്കിൽ ജുമയുടെ രാത്രിയിലേക്കാണ് ബന്ധിപ്പിച്ചത്. ജുമ രാത്രിയിൽ ഉത്തരം കിട്ടുമല്ലോ. അല്ലെങ്കിൽ വേറൊരു അഭിപ്രായം എന്ന് വെച്ചാൽ, യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ഒപ്പം നിന്നിട്ട് ദ്വാരക്കുക. അപ്പം കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ദ്വാക്ക് ഉത്തരം കിട്ടുന്നതാണല്ലോ. അപ്പോൾ അതുവരെ പിന്തിപ്പിച്ചു. എന്തായാലും ദ്വായ്ക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് പിന്തിപ്പിച്ചത്. സുമ്മ തവജ്ജഹു ഇലാ മിസ്ർ, പിന്നെ അവർ മിസ്റിൻ്റെ ഭാഗത്തിലേക്ക് തിരിഞ്ഞു. വഹറജ യൂസുഫ് നബി അലൈഹി സ്വലാമും പുറപ്പെട്ടു കൊട്ടാരത്തിൽ നിന്ന്. ഇവരെല്ലാവരും കൂടെ പോവാണ്, മക്കളും പേരമക്കളും യാക്കൂബ് നബി അലൈഹി സ്വലാമും അവരുടെ ഭാര്യമാരൊക്കെ ഇങ്ങനെ പോവാണ്, എല്ലാം ഒന്നടങ്കം. ഇതേപോലത്തെ ഒരു വരവാണ്, എന്താണ് ഇതേപോലത്തെ ഒരു തിരിച്ചുപോക്കാണ്. അതായത് ഇവർ കനാനിൽ നിന്നും എങ്ങോട്ട് പോകുന്നു? മിസ്റിലേക്ക് പോകുന്നു. 400 കൊല്ലങ്ങൾക്ക് ശേഷം ഈ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ പരമ്പരയിലാണ് മൂസ നബി അലൈഹി സ്വലാം ജനിക്കുന്നത്. പിന്നീട് അവരെന്തായി? മൂസ നബി സ്വലാം വരുന്നതിന് മുമ്പ് അതായത് ആദ്യം അമാലിക്കായിരുന്നു ഇവർ ഭരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അമാലിക്കിൽ നിന്നും യൂസുഫ് നബി അലൈഹി സ്വലാം ഇങ്ങനെ രാജാവായി. പിന്നെന്തായി? പിന്നീട് വന്നാണ് ഒരു 300 കൊല്ലം, നൂറ്റാണ്ടുകൾ അങ്ങനെ ഫറോമാരുടെ കയ്യിലായിരുന്നു. അപ്പം ആ ഫറോമാരുടെ കാലത്ത് ഇവർ ഇസ്രായേലികൾ അടിമകളായിരുന്നു. അപ്പം ഫിർഔനിൽ നിന്നും റംസീസ് രണ്ടാമൻ എന്നറിയപ്പെട്ട ചരിത്രത്തിൽ നീചനായ ഭരണാധികാരി, അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മൂസ നബി അലൈഹി സ്വലാം, ഇതേ പരമ്പരയിൽ യാക്കൂബ് നബിയുടെ പരമ്പരയിൽ നിന്ന് മൂസ നബി അലൈഹി സ്വലാം ഇവരെയും കൊണ്ട് രക്ഷപ്പെടുമ്പോൾ എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരായിരുന്നു. ഇത് 700 എത്ര ആളുകളെങ്ങാണ്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം 400 കൊല്ലത്തിനിടയിൽ എത്രയോ വലിയ സന്താന വർധനവ് ആ പരമ്പരയിൽ ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം. എന്തായാലും ആവട്ടെ, അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാം ഇതറിഞ്ഞിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാം തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ടു. വൽ അക്കാബിറു, വലിയ വലിയ ആൾക്കാർ, ഉന്നതരായ കൊട്ടാരത്തിലുള്ള ആളുകൾ, തൽക്കിയഹും, അവർക്ക് കാണാൻ വേണ്ടി, ഇവരെ കണ്ടുമുട്ടാൻ വേണ്ടി യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ പിതാവിനെയും കുടുംബക്കാരെ. അങ്ങനെ ഫലമ്മ ദഖലു അലാ യൂസുഫ്, ഇവരെല്ലാം യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ഫീ മദ്റബിഹി എന്ന് വെച്ചാൽ മദ്റബ് ടെൻ്റാണ് ഉദ്ദേശിക്കുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ടെൻറ്റിൽ. അന്നത്തെ രാജാക്കന്മാരുടെ പതിവ് അങ്ങനെയാണ്. രാജാക്കന്മാരാരെങ്കിലും കാണുകയാണെങ്കിൽ കൊട്ടാരത്തിന് പുറത്തൊരു സ്ഥലത്ത് അവർ ടെൻ്റ് ഉണ്ടാക്കും, പ്രധാനപ്പെട്ട ആളുകളൊക്കെ വരുമ്പോൾ. അപ്പോൾ ആ ടെൻറ്റിൻ്റെ അവിടെ വെച്ചാണ് കണ്ടുമുട്ടുക. അപ്പം അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാം ടെൻറ്റിലും ആ ഭാഗത്തേക്ക്, കൊട്ടാരത്തിലെത്തിയിട്ടില്ല, ആ ഭാഗത്തേക്ക് തൻ്റെ പിതാവും സഹോദരന്മാരൊക്കെ എത്തി. അങ്ങനെ ചേർത്തു ഇലഹി, തന്നിലേക്ക് അബോഹി, തൻ്റെ 2 മാതാപിതാക്കളെയും, അബാഹു ഉമ്മഹു ഔ ഹാലത്തഹു, തൻ്റെ വാപ്പയും ഉമ്മയും, അല്ലെങ്കിൽ തൻ്റെ വാപ്പയും തൻ്റെ ഉമ്മയുടെ സഹോദരിയും 2 പേരെയും ചേർത്തു. അപ്പം ഉമ്മയാണോ
ഉമ്മയാണെങ്കിൽ എന്താണ് റാഹിലാണ്, അല്ലെങ്കിൽ ഉമ്മയുടെ സഹോദരിയാണെങ്കിൽ ലയ്യ ആണ്. അപ്പം റാഹേൽ മരിച്ചു, ലയ ആണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. അല്ല റാഹേൽ ആ സമയത്ത് തന്നെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. അല്ല റാഹേൽ മരിച്ചിരുന്നു, യൂസുഫ് നബിയുടെ ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ വേണ്ടി ഈ റാഹേലിനുള്ള ജീവൻ നൽകിയതാണെന്ന് അഭിപ്രായമുണ്ട്. അല്ല റാഹേലും ലയയും അല്ലാതെ വേറൊരു പെണ്ണാണ്. വേറൊരു പെണ്ണ് മീൻസ് തൻ്റെ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ പുതിയൊരു ഭാര്യയാണ് എന്നൊക്കെ അഭിപ്രായമുണ്ട്. അള്ളാഹു അലം ബിസ്സവാബ്. എന്തായാലും തൻ്റെ വാപ്പയുടെ ഒരു ഭാര്യയും ഒരുമിച്ച് കൂട്ടി. അപ്പോൾ ഹാലത്താണെങ്കിലും തൻ്റെ വാപ്പയുടെ ഭാര്യയാണ്, ലയ ആണെങ്കിൽ വാപ്പയുടെ ഭാര്യ തന്നെയാണ്. അങ്ങനെ രണ്ടുപേരും തന്നിലേക്ക് ഒരുമിച്ച് കൂട്ടി. വഖാല ലഹും, എന്നിട്ട് പറഞ്ഞു, ഉദ്ഖുലൂ മിസ്ര, നിങ്ങൾ എൻ്റെ ഈ മിസ്റിലേക്ക്, ഈ മിസ്ര എന്ന ദേശത്തേക്ക് നിങ്ങൾ കടന്നു. ഇൻഷാ അള്ളാഹു ആമിന്, അള്ളാഹ് ഉദ്ദേശിച്ചാൽ, അതായത് ഇൻഷാ അള്ളാഹ് ഒരു തബറുക്കിന് വേണ്ടി പറയുന്നതാണ്. ആമിന്, നിങ്ങൾ നിർഭയരായിട്ട് നിങ്ങൾ എന്ത് ചെയ്യോ അങ്ങോട്ട് കടന്നു. അങ്ങനെ ഫദഖലൂ, അവർ പ്രവേശിച്ചു. വജലസ യൂസുഫ് അലാ സരീരിഹി, യൂസുഫ് തൻ്റെ അലൈഹിസ്സലാം തൻ്റെ കട്ടിലിരുന്നു. വറഫാ അബവൈഹി, തൻ്റെ രണ്ട് മാതാപിതാക്കളെ എന്ത് ചെയ്തു, ഉയർത്തി. അതായത് അജലസഹുമാ മാഹു, തന്നോടൊപ്പം അവരെയും ഇരുത്തി. അലൽ അർഷി, സിംഹാസനത്തിന് മേലെ, ശരീറിന് മേലെ. ഹറൂ, അവരൊക്കെ എന്തായി, ഹറൂ എന്ന് വെച്ചാൽ താഴ്ന്നു. ഐ അബവാഹു വൈഹുവത്തുഹു, തൻ്റെ മാതാപിതാക്കളും തൻ്റെ സഹോദരങ്ങളും, ലഹു യൂസുഫ് നബി അലൈഹി സ്വലാമിന് വേണ്ടി സുജൂദ് ചെയ്യുന്നവരായ നിലയ്ക്ക് ഇങ്ങനെ വണങ്ങി എന്നർത്ഥം. സുജൂദ് ചെയ്തുകൊണ്ട് വണങ്ങി. സുജൂദൻ ഹിന, അഭിവാദ്യനത്തിൻ്റെ സുജൂദാണ്, ശ്രേഷ്ഠാംഗമാണ്. അല്ലാതെ ലാ വല ജബഹത്തിൻ, നെറ്റിവെക്കലല്ല. വക്കാന, അപ്പം നെറ്റിവെക്കലല്ല. വക്കാന തഹിയത്തുഹും, അവരുടെ അഭിവാദ്യനം ഫീദാലിക സമാൻ, ആ കാലഘട്ടത്തിൽ. വക്കാന, അതായിരുന്നു തഹിയത്തുഹും, അവരുടെ അഭിവാദനം. അപ്പോൾ കാന, അതായിരുന്നു, അങ്ങനെ ചെയ്യലായിരുന്നു തഹിയത്തും, അവരുടെ അഭിവാദനം ഫീദാലിക സമാൻ, ആ കാലഘട്ടത്തിൽ. അപ്പം അഭിവാദനത്തിൻ്റെ രൂപത്തിലുള്ള, അല്ലാതെ ശരിക്ക് സുജൂദല്ല. പിന്നെ ശരിക്ക് സുജൂദാണെന്നുള്ള അഭിപ്രായമുള്ളവരുണ്ട്. കാരണം നമ്മൾ നിലത്തല്ല സുജൂദ് ചെയ്യുന്നത്, പക്ഷെ അള്ളക്ക് വേണ്ടിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അള്ളക്ക് വേണ്ടി സുജൂദ്, യൂസുഫ് നബി അലൈഹി സ്വലാം കിബില പോലെ. അപ്പം അങ്ങനെ അഭിപ്രായമുള്ളവരുണ്ട്. അള്ളാഹു ആലം. എന്തായാലും വക്കാല, എന്നിട്ട് പറയാബത്ത്, എൻ്റെ പിതാവേ, ഹദാ തഅ്വീലു റുഇയായ, ഞാൻ കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണിത്. മിൻ ഖബൽ, മുമ്പേ കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണിത്. ഖദ് ജഅലഹാ റബ്ബി ഹക്ക, എൻ്റെ റബ്ബ് ഇതിനെ സത്യമാക്കിയിരിക്കുന്നു. വഖദ് അഹ്സന ബി, എനിക്ക് റബ്ബ് ഗുണം ചെയ്തിരിക്കുന്നു. ഇലി, എന്നിലേക്ക്. ഇത് അഖറജനീ മിനസ്സിജിനി, എന്നെ അവൻ പുറപ്പെടുവിച്ച്, എന്നെ രക്ഷപ്പെടുത്തിയ വേളയിൽ, മിനസ്സിജിനി, ജയിലിൽ നിന്നും. ലം യകുൽ മിനൽ ജുബ്ബി, ആ ജുബിൻ്റെ വിഷയം പറഞ്ഞില്ല പിതാവിനോട്, കിണറിൻ്റെ വിഷയം. തഖറുമൻ, ആദരവെന്ന നിമിത്തം. ലി അല്ലാ തഹ്ജല ഇഖ്വത്തുഹു, തൻ്റെ സഹോദരന്മാർ ജാള്യരാവാൻ, നാണം കെട്ടവരാവാതിരിക്കാൻ വേണ്ടി ഒരു തക്കറുമിൻ്റെ ഭാഗത്തിലൂടെ, ഒരു ആദരവിൻ്റെ ഭാഗത്തിലൂടെ യൂസുഫ് നബി അലൈഹി സ്വലാം അത് പറഞ്ഞില്ല, സഹോദരന്മാരുടെ വിഷയം. വജാ അബിക്കും മിനൽ ബദ്വി, വജാ അബിക്കും, പിന്നെ എപ്പോഴും നിങ്ങൾ, അള്ള എന്നെ ജയിലിൽ നിന്നും പുറപ്പെടുവിച്ച വേളയിലും, വജാ അബിക്കും, നിങ്ങളെ കൊണ്ടുവന്നപ്പോഴും, മിനൽ ബദ്വി, ബദുവിൽ നിന്നും, ആ ബാദിയത്ത്, ആ കനാൻ എന്ന ആ മലഞ്ചെരിവിൽ നിന്നും, മലമ്പ്രദേശമല്ല, അവിടെ നിന്ന് കൊണ്ടുവന്നു. മിംബാദി അൻ നസഖ എന്ന് വെച്ചാൽ അഫ്സദ ഷെയ്ത്താൻ, നസഖ, ഷെയ്ത്താനെ നസ്ഖ് എന്ന് പറയാറുണ്ടല്ലോ, ഷെയ്ത്താൻ ഉണ്ടാക്കുന്ന ഫസാദാണ്. അപ്പം അൻ നസഖ ഷെയ്ത്താൻ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ ശേഷം, ബൈനി വ ബൈനി ഇഖ്വത്തി, എൻ്റെയും എൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ ശേഷം, നിങ്ങൾ ആ മലഞ്ചെരുവിൽ നിന്നും അല്ല ഇങ്ങോട്ട് പുറപ്പെടുവിച്ച വേളയിലും അള്ളാഹ് എനിക്ക് അനുഗ്രഹം ചെയ്തു. ഇന്ന റബ്ബി, എൻ്റെ റബ്ബ് ലതീഫുൻ, ഏറെ കൃപയുള്ളവനാണ്. ലിമാ യശ, അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ കൃപ ചെയ്യുന്നവനാണ്. ഇന്നഹു ഹുവൽ അലീമു ബിഖൽഖിഹി, തൻ്റെ സൃഷ്ടികളെ പറ്റി കൃത്യമായിട്ട് അറിയുന്നവൻ അവൻ മാത്രമാണ്. അൽ ഹക്കീമു ഫീ സുനിഹി, തൻ്റെ പ്രവർത്തനത്തിൽ കൃത്യമായി യുക്തി ഉള്ളവൻ അവൻ മാത്രമാണ്. അഖാമ ഇന്ദഹു അബവാഹു, എന്നിട്ട് ഇന്ദഹു താമസിച്ചു യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ തൻ്റെ രണ്ട് മാതാപിതാക്കൾ. അർബഅൻ വ ഇശ്രീന സന, 24 കൊല്ലം താമസിച്ചു. അല്ലെങ്കിൽ ഔ സബ അശറത്ത സന, അല്ലെങ്കിൽ 17 കൊല്ലം താമസിച്ചു. വകാനത്ത് മുദ്ദത ഫിറാഖിഹി 18. യൂസുഫ് നബി അലൈഹി സ്വലാം തൻ്റെ പിതാവിനെ വേർപിരിഞ്ഞത്, മാതാപിതാക്കളെ സഹോദരങ്ങളൊക്കെ വേർപിരിഞ്ഞത് 18 കൊല്ലമായിരുന്നു. അല്ലെങ്കിൽ അപ്പം യൂസുഫ് നബി അലൈഹി സ്വലാം തൻ്റെ പിതാവിനെ വേർപെട്ടത് 18 കൊല്ലാണ്, അറബീനല്ല 40 കൊല്ലാണ്, സമാനിയ സന, അല്ലെങ്കിൽ 80 കൊല്ലാണ്. ഹലറഹുൽ മൗത്തു, പിതാവിന് മരണം ഹാജരായി. അപ്പോൾ ഫവസ യൂസുഫ് നബി അലൈഹി സ്വലാം വസിയത്ത് ചെയ്തു, അയ്യാമിലഹു വയദ്ഫനഹു ഐന്ദ അബീഹി, തന്നെയും താൻ മരിക്കുമ്പോഴും എന്ത് ചെയ്യണം, ഹാംല് ചെയ്യണം. എന്നിട്ട് വയദ്ഫനു ഇന്ദ അബീഹി, തൻ്റെ പിതാവിന് മറമാടുന്ന സ്ഥലത്ത് തന്നെ തന്നെ മറമാടണം എന്ന്. അങ്ങനെ ഫമലാ ബി നഫ്സിഹി, തൻ്റെ പിതാവിൻ്റെ നഫ്സുമായിട്ട് ചെന്നു ആര്, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാം. വദഫനു, മറമാടി. മാദ ഇലാ മിസ്റിലേക്ക് മടങ്ങി വന്നു. ഫവസ യൂസുഫ എന്നാണ് അല്ലേ.
അയ്യഹ്മിലഹു വയദുഫന ഇന്ദ അബീഹി. അങ്ങനെയാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് യാക്കൂബ് നബി അലൈഹി സ്വലാം വസിയത്ത് ചെയ്തതാണ്. അപ്പോൾ വസ യൂസുഫ അയ്യഹ്മിലു തന്നെ വഹിക്കാനും തന്നെ മറമാടാനും തൻ്റെ പിതാവിൻ്റെ അടുക്കൽ, അഥവാ ഇസാഖ് നബിയുടെ ഖബറിൻ്റെ അടുക്കൽ. അപ്പം മലാ ബിനഫ്സിഹി, അങ്ങനെ അദ്ദേഹത്തെയും കൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാം ചെന്നു. വദഫനോട് മറമാടി സുമ്മാദയില മിസ്ർ, പിന്നെ മിസ്രിലേക്ക് തന്നെ മടങ്ങി വന്നു. ആക്കാമ ബാദവ, അദ്ദേഹത്തിൻ്റെ ശേഷവും ജീവിച്ചു യൂസുഫ് നബി അലൈഹി സ്വലാം സലാസ 30 കൊല്ലം, 23 കൊല്ലം സനം. പിന്നെ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ മറമാടുന്നതിനെ കുറിച്ച് ആളുകൾ തർക്കമായി. ഈജിപ്തിന് നൈൽ നദിയുടെ ഉത്ഭവസ്ഥാനത്തിൻ്റെ ഇടതുഭാഗത്താക്കി ആദ്യം ആക്കി. അപ്പോൾ അവിടുത്തെ ബറക്കത്ത് ഇടതുഭാഗത്ത് മാത്രമായി. വലതു ഭാഗത്തേക്ക് പിന്നെ മാറ്റി. അപ്പം വലതു ഭാഗത്തായി. പിന്നെ രണ്ടിനെ നടുക്ക് സെൻട്രലായി. പിന്നെ അങ്ങനെ എന്തായി, രണ്ടു ഭാഗത്തും യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ബറക്കത്ത് കൃഷിയിലും കാര്യങ്ങളിലൊക്കെ പ്രകടമായി. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം മൂസ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹുവിൻ്റെ ഓർഡർ വന്നു, യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ അവിടെ നിന്ന് മാറ്റിയിട്ട് എന്താണ് ബൈത്തുൽ മുഖദ്ദസിൻ്റെ ആ ഭാഗത്തേക്ക് ആക്കണം. ഇപ്പോഴും അവിടെ തന്നെയാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. വലമ്മ തമ്മ അമ്രുഹു, അദ്ദേഹത്തിൻ്റെ കാര്യം പൂർത്തിയായപ്പോൾ അലിമ മനസ്സിലാക്കുകയും ചെയ്തു, അല്ല യദൂമ, എന്താണ് അല്ല യദൂമ, അത് ദായിമാവുകയില്ല എന്ന് മനസ്സിലായപ്പോൾ താഖത്ത് നഫ്സുഹു ഇലൽ മിൽക്ക് ദായിം, കാര്യങ്ങളൊക്കെ പൂർത്തിയായി വാലിമ ബോധ്യപ്പെടുകയും ചെയ്തു യൂസുഫ് നബി അലൈഹി സ്വലാമിന്. അല്ല യദൂമ താക്കത്ത്, എന്താണ് അല്ല യദൂമ, ദായിമാവുകയില്ല എന്ന് ബോധ്യപ്പെടും. താക്കത്ത് നഫ്സുഹു, തൻ്റെ നഫ്സ് എന്തായി ആഗ്രഹിച്ചു, ആശിച്ചു, ഇലൽ മുൽക്കി അല്ലെങ്കിൽ ഇലൽ മിൽക്ക് ദായിമി, നിത്യമായ ഉടമസ്ഥതയിലേക്ക് അല്ലെങ്കിൽ നിത്യമായ രാജാധികാരം. ഇതെന്താവൂല, ദായിമല്ല എന്ന് ബോധ്യപ്പെട്ടല്ലോ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാമിന്. പ്രവാചകന്മാർക്ക് ആ വിശ്വാസം ഉണ്ട് താനും. അല്ല, ഇതിപ്പം മരിക്കാറായി. അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കാര്യങ്ങളെല്ലാം, ആ ദൗത്യങ്ങളെല്ലാം പൂർത്തിയായി. 120 വയസ്സിലാണ് ബഹുമാനപ്പെട്ട ഒരു വഫാത്താവുന്നത്. അങ്ങനെ താക്കത്ത് നഫ്സുഹു, തൻ്റെ നഫ്സ് മോഹിച്ചു, ഇലൽ മുൽക്കി ദായിമി, നിത്യമായ ഒരു രാജാധികാരം, അത് സ്വർഗീയ അധികാരമാണ്. അപ്പോൾ ഫക്കാല പറഞ്ഞു, റബ്ബിക്കത് ആതീതനി മിനൽ മുൽക്കി, റബ്ബെ നീ എനിക്ക് രാജാധികാരം നൽകി. വല്ലം തനി, എനിക്ക് നീ പഠിപ്പിച്ചു തന്നു. ഇൻ തവീലിൽ ഹാദി, സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കണം. തബീർ റുയ പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ ഫാത്തിറേ. അപ്പം റബ്ബിക്കത് ആതീതനി ഫാത്തിറ സമാവാതി, ആകാശ ഭൂമികളെ അല്ലെ, ഖാലിഖ സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനെ, അൻത വലിയ, നീ എൻ്റെ വലിയാണ്, നീ എൻ്റെ കർത്താവാണ്. മുത്തവല്ലി മസാലിഹി, എൻ്റെ നന്മകളെയൊക്കെ ഏറ്റെടുത്തവനാണ്, എന്നെ കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നവനാണ്. ദുനിയാവിലും പിന്നെ വൽ ആഖിറത്തിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ആണ് ഏറ്റെടുത്ത് നടത്തുന്നവൻ. തൗഫനി മുസ്ലിം, എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ. വാലിഹിഖ് നബി സാലിഹ്, സച്ചരിതരോടെ എന്നെയും ഞാൻ ചേർക്കണേ. പിന്നെ അതായി എൻ്റെ പിതാക്കന്മാരുടെ ഫാഷ ബാദാലിക്ക ഉസ്ബു അതിൻ്റെ ശേഷം ഈ പ്രാർത്ഥന നിർവഹിച്ചിട്ട് ഏതാനും ആഴ്ചകൾ ജീവിച്ചു. അക്സർ അല്ലെങ്കിൽ ഏറെ ഒമാത്ത, അതേ മരിച്ചു. യൂസുഫ് നബി അലൈഹി സ്വലാം വലഹു മിഅത്തും വൈഷറൂന സന, 120 വയസ്സുണ്ടായിരിക്കവേ. ഷാഹൽ മിസ്രിയൂൻ, നമ്മൾ പറഞ്ഞ വിഷയം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. മിസ്രികൾ തർക്കമുന്നയിച്ചു ഫി കബരി, യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ഖബർ അവിടെ ആവണം. അങ്ങനെ ഫജഅലുഹു ഫി സുന്ദൂഖിൻ, ഒരു പെട്ടിയിലാക്കി യൂസുഫ് നബി അലൈഹി സ്വലാമിനെ. ഫി മർമറിൻ്റെ ഒരു പെട്ടിയിൽ. മർമർ എന്ന് വെച്ചാൽ ഒരിനം മരമാണ്, എന്താണെന്ന് നോക്കണം. വദഫനു, എന്നിട്ട് മറമാടി ഫി ആലൻ നെയിലിൻ്റെ ഏറ്റവും മേൽഭാഗം ഉണ്ടല്ലോ, ഉത്ഭവസ്ഥാനം. ലി തഅമ്മ ബറക്കത്ത് ജാനിബി, അതിൻ്റെ 2 ഭാഗത്തും എന്തുണ്ടാവാൻ വേണ്ടി, യൂസുഫ് നബി അലൈഹി സ്വലാം ബറക്കത്ത് എന്താണ് പരക്കാൻ വേണ്ടി, വ്യാപിക്കാൻ വേണ്ടി. അങ്ങനെ സുബ്ഹാനമൻ ഖിലാ അലി മുൽക്കിഹി, അപ്പോൾ അത്ര പരിശുദ്ധനാണ് എല്ലാ കാര്യം. അല്ല, യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ചേർത്താൻ വലിയ അത്ഭുതമല്ലേ, അതുകൊണ്ട് പറയുന്നത് സുബ്ഹാനമൻ, ഒരുത്തനത്ര പരിശുദ്ധനാണ്. ലൻ ഖിലാ അലി മുൽക്കിഹി, അവൻ്റെ മുൽക്കിന് എന്തില്ല, അവസാനമില്ല. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ മുൽക്ക് തീർന്നു, പക്ഷേ ഒരിക്കലും മുൽക്ക് അവസാനിക്കാത്ത അള്ളാഹ് എത്ര പരിശുദ്ധനാണ്. ദാലിക്കൽ മദ്കുർ, ഈ പറയപ്പെട്ടതൊക്കെ മിൻ അംരി യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കാര്യത്തിനാൽ അതൊക്കെ മിൻ അംബായിൽ ഗൈബിൻ്റെ വാർത്തകളിൽപ്പെട്ടതാണ്. അഖ്ബാറുമാ ഗാബ അൻക മുഹമ്മദേ, താങ്കളിൽ നിന്നും മറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളുടെ വർത്തമാനങ്ങളിൽപ്പെട്ടതാണ് ഇതൊക്കെ. ന്യൂഹിഹിലേക്ക്, താങ്കളിലേക്ക് ദിവ്യബോധനമായിട്ട് നാം അതിനെ നൽകി. ഒമാ കുന്തലദേഹിം, താങ്കൾ അവരുടെ അടുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ലദാ ഇഖ്വതി യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ താങ്കൾ ഉണ്ടായിരുന്നില്ല. ഇത് അജ്മഉ അംറഹും, അവരവരുടെ കാര്യത്തെ തീരുമാനിച്ചുറപ്പിച്ച വേളയിൽ ഫീ കൈദിഹി, അവർ യൂസുഫ് നബിയെ കുതന്ത്രത്തിലാക്കപ്പെടുത്താൻ, അതായത് അസമു അലി, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെതിരെ അവർ തീരുമാനിച്ച വേളയിൽ താങ്കൾ അവരുടെ അടുക്കൽ ഉണ്ടായിരുന്നില്ല. ഓഹം യംകുറൂന ബിഹി, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് കുതന്ത്രം മെനയുന്നവരായിരിക്കവേ, അതായത്
ലം തഹ്ലുറുഹും താങ്കൾ അവരുടെ അടുക്കൽ സന്നിഹിതനായിരുന്നില്ല. അങ്ങനെ ഫതഅരിഫു ഖിസ്സതഹും അവരുടെ കിസ്സ താങ്കൾ മനസ്സിലാക്കി. ഫ തുഖ്ബിറു ബിഹാ താങ്കൾ അതിനെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. വൈനമാ ഹസലലക ഇൽമു അതിനെ സംബന്ധിച്ചുള്ള ഇൽമു താങ്കൾക്ക് ലഭിച്ചത് മിൻ ജിഹത്തിൽ വഹി വഹീൻ്റെ ഭാഗത്തിലൂടെയാണ്, വഹീൻ്റെ ഭാഗത്തിലൂടെ മാത്രമാണ്. വമാ അക്സറുന്നാസ് ജനങ്ങളിൽ അധികം ആളുകളും ഐ അഹ്ലി മക്ക മക്ക നിവാസികളിൽ ഏറിയ ആളുകളും വലോ ഹറസ്ത താങ്കൾ ആഗ്രഹിച്ചാൽ പോലും അല ഈമാനി അവരൊക്കെ വിശ്വസിക്കണമെന്ന് താങ്കൾ വലിയ ആഗ്രഹം വെച്ച് പ്രവർത്തിയാലും ശരി അവർ മുഅ്മിനീങ്ങളാവൂല നബിയെ.